അമേരിക്കയുടെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വെറുപ്പിച്ച കൊടും വില്ലൻ, സുന്ദരനായ ഒരു വില്ലന്റെ കഥ. 36-ലധികം പെൺകുട്ടികളെ കൊലപ്പെടുത്തുകയും എത്രത്തോളമാണ് അയാൾ കൊലപ്പെടുത്തിയ വ്യക്തികളുടെ എണ്ണം എന്ന് ഇതുവരെയും കണക്കെടുക്കാൻ കഴിയാത്തതുമായ ഒരു കൊടും വില്ലൻ. അതാണ് ടെഡ് ബണ്ടി. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ക്രൂരനായ കൊലപാതകിയാണ് ടെഡ് ബണ്ടി എന്നറിയപ്പെടുന്നത്. ഈ ടെഡ് ബണ്ടിയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വഭാവ വൈകൃതം തന്നെയാണ് അദ്ദേഹത്തെ ഇത്രത്തോളം കുപ്രസിദ്ധനാക്കുന്നത്. 36-ലധികം പെൺകുട്ടികളെ കൊന്നെന്ന് പറയുമ്പോഴും 100-ലധികം ആകാം എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത, ആ മരിച്ചവരുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ആ സുന്ദരനായ കൊടും വില്ലന്റെ കഥയാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. അമേസിംഗ് മലയാളിയിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ഏറ്റവും കൊടും വില്ലൻ എന്ന് അറിയപ്പെടാൻ അദ്ദേഹത്തിന് കാരണം തന്നെ മരിച്ചവരെ കുഴിച്ചിടുക മാത്രമല്ല, അവിടെ നിന്നും തോണ്ടിയെടുത്ത് അവരെ വീണ്ടും ലൈംഗികമായി ഉപദ്രവിക്കുക, ആ ശരീരത്തോടു കൂടി ശവശരീരത്തിനോട് പോലും ആ ക്രൂരത ചെയ്യുന്ന കൊടും വില്ലനാണ് ടെഡ് ബണ്ടി. തിയോഡോർ റോബർട്ട് കോവൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ ഒരു ദുരന്തത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായിരിക്കാം പിന്നീട് കൊടും കുറ്റവാളിയാക്കി തീർത്തതും. അദ്ദേഹത്തിന്റെ അമ്മ അവിവാഹിതയായിരിക്കെ തന്നെ പ്രസവിക്കേണ്ടി വന്നു. ആ ഒരു കുട്ടിയുടെ ജനനം മറച്ചുവെക്കുന്നതിന് വേണ്ടി ആ സ്ത്രീ തൻ്റെ അനിയനാണ് എന്ന രൂപത്തിൽ നാട്ടിൽ കൊണ്ടുവന്ന് ആ കുട്ടിയെ വളർത്തി. അതുവരെ വിചാരിക്കുന്ന ഒരു 10 വയസ്സ് വരെയൊക്കെ വിചാരിച്ചിരുന്നത് തൻ്റെ മാതാപിതാക്കളാണ് എന്ന് വിചാരിച്ചിരുന്നവർ തൻ്റെ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ മുത്തച്ഛന്മാരാണ്, അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് എന്നത് അറിയുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു കുട്ടിയുടെ ജീവിതം തന്നെ വഴിമാറിപ്പോകുന്നത്. താൻ സഹോദരിയാണ് എന്ന് വിചാരിച്ചിരുന്നത് തൻ്റെ അമ്മയാണെന്നും, തൻ്റെ മാതാപിതാക്കളെന്ന് വിചാരിച്ചിരുന്നത് ആ അമ്മയുടെ മാതാപിതാക്കളാണെന്നും തിരിച്ചറിയുന്ന നിമിഷം, ആളുകൾ കളിയാക്കി തുടങ്ങുന്ന നിമിഷം, ധാരാളം ബുള്ളിയിങ് അനുഭവിക്കുന്ന നിമിഷം, ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് കടക്കുകയും പിന്നീട് കുട്ടിക്കാലം മുതലേ കാണിച്ചു വന്നിരുന്ന ആ ഒരു ക്രൂര കൃത്യങ്ങൾ, അല്ലെങ്കിൽ ആ അടുത്തുള്ള ജീവികളെ കെട്ടിത്തൂക്കുക, ജീവനോട് കൂടി കത്തിക്കുക തുടങ്ങിയ ക്രൂരമായ ചില വിനോദങ്ങൾ പണ്ട് മുതലേ കാണിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് കോളേജിലേക്ക് പഠനത്തിന് വേണ്ടി പോയിരുന്ന സമയത്ത് തെരഞ്ഞെടുത്തത് പോലും സൈക്കോളജി ആയിരുന്നു. ഇഷ്ടപ്പെട്ട വിഷയം നിയമവും സൈക്കോളജിയുമാണ്. ആ സൈക്കോളജി ബിരുദം നേടിയിരുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു കാമുകിയും ഉണ്ടായിരുന്നു. ഈ കാമുകി കാര്യങ്ങളെല്ലാം അറിയുകയും ഉയർന്ന ഉന്നത കുലത്തിൽ ജനിച്ച ആ ഒരു സ്ത്രീ തൻ്റെ ഈ കാമുകന്റെ പൂർവ്വചരിത്രം അറിഞ്ഞോടുകൂടി ഒഴിവാക്കുകയാണ് ഉണ്ടായത്. മുൻപേ ഉണ്ടായിരുന്ന ഈ ഒരു കുറ്റവാസനകൾ ഇതോടുകൂടി വളരെ കൂടി. പിന്നീട് അങ്ങോട്ട് വേട്ടയാടലിന്റെ നാളുകളായിരുന്നു. എത്രത്തോളം വേട്ടയാടി എന്നത് ഇതുവരെയും കണക്കാക്കാൻ പറ്റാത്ത അത്ര തന്നെ. 1974 മുതൽ 78 വരെ കണക്കനുസരിച്ച് 26 ശരീരങ്ങളാണ് പുറത്തെടുത്തെങ്കിലും 36-ലധികം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കൺഫസ് ചെയ്യുക അവസാന കാലത്താണ് ഉണ്ടായത്. ഈ ടെഡ് ബണ്ടി അവസാന കാലം വരെ ഞാനൊരു നിരപരാധിയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവസാന കാലത്ത് ഒരു 36 കൊലപാതകങ്ങൾ സമ്മതിക്കുകയുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ എത്രയോ കണക്കുകൾ ഉണ്ടായിരുന്നു. ഇനി ആ ഒരു മരണക്കണക്കുകളിലേക്ക്. ആദ്യമായി ഒരു കൊലപാതകം ലോകം അറിഞ്ഞു തുടങ്ങുന്നത് ഒരു പെൺകുട്ടി ഒരു റേഡിയോ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് എന്നും വരാറുള്ളത് പോലെ തിരിച്ചു വരുന്ന സമയം കഴിഞ്ഞിട്ടും തിരിച്ചെത്തുന്നില്ല. വീട്ടുകാർ അന്വേഷിക്കുന്നു, പോലീസ് അന്വേഷണം എത്തുന്നു. അടുത്ത 6 മാസത്തോളം പോലീസ് നിരന്തരമായി അന്വേഷിച്ചിട്ടും യാതൊരു തെളിവും കിട്ടുന്നില്ല. പതുക്കെ പതുക്കെ പോലീസ് തൻ്റെ അന്വേഷണം നിലയ്ക്കുന്നു. അപ്പോഴാണ് വീണ്ടും ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരേ പ്രായത്തിലുള്ള, ഏകദേശം ഒരേ രൂപത്തിലുള്ള ഒരു പെൺകുട്ടി കൂടി മിസ്സായിരിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു മിസ്സിംഗ് കേസ് കൂടി വരുന്നതോടുകൂടി പോലീസ് വീണ്ടും അന്വേഷണം ഊർജിതമാക്കുന്നു. പിന്നീട് തുടരെ മിസ്സിംഗ് കേസുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിലെല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ പ്രായത്തിലുള്ള, ഏകദേശം ഒരേ രൂപത്തിലുള്ള പെൺകുട്ടികളാണ് മിസ്സാകുന്നത് എന്നായിരുന്നു. പിന്നീട് അങ്ങോട്ട് പല സ്ഥലങ്ങളിലും ഈ പെൺകുട്ടികളുടെ മിസ്സിംഗ് ഇതാക്കുന്നു, പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് ആരും ഈ പെൺകുട്ടികളെ കാണുന്നേയില്ല. അതാണ് ഇതിലെ ഏറ്റവും കൂടുതൽ പോലീസിനെയും ആ നാട്ടുകാരെയും ഭീതിയിലാഴ്ത്തിയ ഒരു കാര്യം. പുറത്തിറങ്ങാൻ പോലും ആളുകൾ മടിച്ചുകൊണ്ടിരുന്നു.
ആ സമയത്ത് ധാരാളം സമ്മർ സീസൺ ആയതുകൊണ്ട് ധാരാളം ആളുകൾ ക്യാമ്പ് ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ ഒരാൾ തൻ്റെ കൈകൾ ഒടിഞ്ഞതായി അഭിനയിച്ചുകൊണ്ട് ആളുകളോട് സഹായം അഭ്യർത്ഥിക്കുകയും എൻ്റെ കാറിലേക്ക് ഒന്ന് കടക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് ഡോറിനടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നതായി ചില ആളുകളെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരു പെൺകുട്ടി ഒരു കാറിൽ ഒരാൾ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്നതിനിടയ്ക്ക് ചാടി രക്ഷപ്പെട്ടു. ഒരു മലയുടെ ചെരുവിലേക്കാണ് ആ പെൺകുട്ടി വീണത്. അതുകൊണ്ട് തന്നെ അതായിരുന്നു ഒരു വലിയ വഴിത്തിരിവെന്ന് പറയുന്നത്. ആ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് ഏകദേശം ഒരു രേഖാചിത്രം വരയ്ക്കുകയുണ്ടായി. ആ രേഖാചിത്രം ആളുകളെ കാണിച്ചപ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇയാളെ പല രൂപത്തിൽ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ ചില പോലീസ് വേഷത്തിലാണ് കണ്ടതെങ്കിൽ ചില ആളുകൾ കൈകൾ ഒടിഞ്ഞ് കൈ കെട്ടിയ നിലയിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും പല വിധത്തിലാണ് കണ്ടതെങ്കിലും ഇയാൾ സഹായം അഭ്യർത്ഥിച്ചു പോകുന്ന പെൺകുട്ടികളുടെ ചില പ്രത്യേകതകൾ നോക്കിയപ്പോൾ മിസ്സിംഗ് കേസുമായി ഇതിന് വളരെയധികം അങ്ങനെ പോലീസ് ഒരു നിഗമനത്തിലെത്തുന്നു, ഇത് അയാൾ ആയിരിക്കാം. അതായത് ആ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ആ മിസ്സിംഗ് കേസുകൾ അന്ന് കൊലപാതകമാണെന്ന് ഇതുവരെ അന്ന് നിഗമനത്തിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. ആരുടെയും ശരീരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ ബോഡി ഒരിക്കലും റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു കൊലപാതകമായിരിക്കാം, അല്ലെങ്കിൽ മിസ്സിംഗ് കേസുകൾ അങ്ങനെ ആയിരിക്കാമെന്ന് പോലീസ് ഒരു നിഗമനത്തിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളായിരിക്കാം ആ കൊലപാതകി, അല്ലെങ്കിൽ ആ തട്ടിക്കൊണ്ടുപോകുന്നതിലെ ആള് എന്നത് പോലീസ് ഒരു നിഗമനത്തിലെത്തുന്നു. അങ്ങനെ ഒരു രേഖാചിത്രം വരയ്ക്കുന്നു. അതിനിടയ്ക്ക് എല്ലാ കാലത്തും ഭാഗ്യം കൂടെ നിൽക്കില്ല എന്ന സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഒരു കുറ്റവാളിക്ക് ഒരു ചെറിയ പിഴവ് പറ്റുന്നു. ആ ചെറിയ പിഴവിൽ പോലീസ് അയാളെ സംശയാസ്പദമായി ഒന്ന് അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഈ രേഖാചിത്രവുമായി അയാൾക്ക് ബന്ധമുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ആ രേഖാചിത്രം അനുസരിച്ച് ഇയാളെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ഇയാൾ അപ്പോഴൊന്നും സമ്മതിക്കുന്നില്ല. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകളാക്കുന്നു. അങ്ങനെ ഇയാളെ ഒരു സംശയത്തിന്റെ പേരിൽ, തട്ടിക്കൊണ്ടുപോയതിന്റെ പേരിൽ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടും. ആ പെൺകുട്ടിയുടെ അടുത്ത്, തട്ടിക്കൊണ്ടുപോയിൽ നിന്നും രക്ഷപ്പെട്ട ആ പെൺകുട്ടിയുടെ അടുത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചപ്പോൾ ഇയാളെ തിരിച്ചറിയുന്നു. അങ്ങനെ തട്ടിക്കൊണ്ടുപോയതിന്റെ പേരിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കോടതിയിലെത്തുന്നു. ഇയാളെ ശിക്ഷിക്കപ്പെടുന്നു. ഇയാളെ ശിക്ഷ കാലാവധി സമയത്ത് തന്നെ മുൻപുണ്ടായിരുന്ന തൻ്റെ നിയമ പഠനം തുടരണം എന്ന് അയാൾ ആവശ്യപ്പെടുകയാണ്. സൈക്കോളജി ബിരുദം എടുത്തെങ്കിലും നിയമ പഠനത്തിനായി ഇതിനിടയ്ക്ക് ചേർന്നിരുന്നു. നിയമത്തെക്കുറിച്ച് നല്ല നോളജ് ഉണ്ടാക്കുകയും എങ്ങനെ നിയമത്തിൽ നിന്നും രക്ഷപ്പെടാം എന്ന കാര്യത്തിൽ വളരെയധികം ചിന്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നിയമ പഠനം എടുത്തിരുന്നത്. അങ്ങനെ നിയമ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി പഠനത്തിന് സമ്മതിക്കണമെന്ന് കോടതിയോട് അപേക്ഷിക്കുന്നു. കോടതി അത് സമ്മതിക്കുന്നു. ഇതിനിടയ്ക്ക് കോടതിയുടെ കൂടുതലായി റഫറൻസിന് വേണ്ടി കോടതിയുടെ ചില ബുക്കുകൾ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഈ ടെഡ് ബണ്ടി ആ ഒരു കോടതിയുടെ സമുച്ചയത്തിലേക്ക് കയറുന്നു. അവിടെ 3-ാം നിലയിൽ നിന്നും ചാടി രക്ഷപ്പെടുകയാണ്. 3-ാം നിലയിൽ നിന്നും ചാടി രക്ഷപ്പെട്ട അയാൾക്ക് ഒരു അബദ്ധം പറ്റി. അയാൾ നേരെ പോയത് തൊട്ടടുത്തുള്ള കാടുകളിലേക്കായിരുന്നു. ആ കാടുകളിൽ നിന്നും അയാൾ തിരിച്ചു വന്നപ്പോഴേക്കും പോലീസ് വളരെയധികം ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിരുന്നു. എല്ലാ ചെക്ക് പോയിന്റുകളും വളരെ തറവായി ചെക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു. അങ്ങനെ അയാൾ ഒരു കാറ് കട്ടെടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്നു. പോലീസ് എല്ലാ അതിർത്തികളും പരിശോധിക്കുന്നത് കണ്ട് തിരിച്ചു വരികയാണ്. അതൊരു വലിയ മാസ്റ്റർ പ്ലാനിന്റെ തുടക്കമായിരുന്നു എന്ന് പോലീസുകാർക്ക് അറിഞ്ഞില്ല. പോലീസിൽ കീഴടങ്ങുന്നു. രക്ഷപ്പെട്ട പ്രതി പോലീസിൽ കീഴടങ്ങിയതിനാൽ അയാളെ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായി തീർന്നു എന്ന രീതിയിൽ പോലീസ് ഈ കേസ് വീണ്ടും അവസാനിപ്പിക്കുന്നു. ഇയാൾ ജയിലിടുന്നു. എന്നാൽ അയാളുടെ പ്ലാനുകൾ, ടെഡ് ബണ്ടിയുടെ പ്ലാനുകൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ടെഡ് ബണ്ടി ശരീരഭാരം കുറച്ച്, ഭക്ഷണത്തിന്റെ അളവ് കുറച്ച്, ശരീരം വളരെയധികം തടി കുറച്ച് അതിലൂടെയുള്ള ഒരു പൈപ്പിലൂടെ കയറി അയാൾ വീണ്ടും ജയിൽ ചാടുകയാണ്. ഇപ്രാവശ്യം അയാൾ ആദ്യമേ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നാൽ ജയിലർമാർ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയിലാണ് ജയിൽ ചാടുന്നത്. ആ ജയിൽ ചാട്ടത്തിൽ തൊട്ടടുത്തുള്ള സ്ഥലത്തു നിന്നും ഒരു കാറ് മോഷ്ടിക്കുന്നു. ആ കാറ് മോഷ്ടിച്ച് അയാൾ അപ്പോൾ തന്നെ നാടുവിടുകയാണ്. രാവിലെ എണീറ്റ് ജയിലർമാർ നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു 1000 കിലോമീറ്ററിന് മുകളിൽ ദൂരത്തേക്ക് ഈ ടെഡ് ബണ്ടി രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഫ്ലോറിഡയിലെത്തിയ ടെഡ് ബണ്ടി അവിടെ ഒരു സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ കോളേജ് കുട്ടികൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഇയാൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു.
ആ വാടകയ്ക്കെടുത്ത സ്ഥലത്ത് തൊട്ടടുത്തുള്ള പെൺകുട്ടികളെ നിരീക്ഷിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് വീണ്ടും കൊലപാതകങ്ങളാണ്. രണ്ട് പെൺകുട്ടികളെ കൊല്ലുകയും രണ്ട് പെൺകുട്ടികളെ അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. പിന്നീട് 12 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു സ്കൂൾ ബാഗ് എടുക്കാൻ മറന്നതിനെ തുടർന്ന് വീണ്ടും ആ സ്കൂളിലെ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ഇയാൾ വീണ്ടും ആക്രമിച്ചു. പോലീസിന് ഏകദേശം ഒരു ധാരണ ലഭിച്ചതിനാൽ ഫ്ലോറിഡയിലെ പോലീസും ബാക്കിയുള്ള മുൻപുള്ള എല്ലാ പോലീസുകാരും ചേർന്ന് ഇയാളെ തെരച്ചിൽ അതിശക്തമാക്കിയിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോൾ $26 കൊടുത്ത ഒരു കത്തി ഇയാൾ ഒരു കടയിൽ നിന്നും വാങ്ങിയതിന് ഒരു സാക്ഷിയുണ്ട്. ഏകദേശം ഉറപ്പിച്ചു ആ 12 വയസ്സുള്ള പെൺകുട്ടിയുടെ മരണം ഏകദേശം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ അതിക്രൂരമായി കൊന്ന് കാട്ടിൽ കുഴിച്ചിട്ടു. അപ്പോഴേക്കും പോലീസ് എത്തി ഒരുവിധം ബലപ്പെട്ട് ഇയാളെ പിടികൂടാനുള്ള സകല ശ്രമങ്ങളും നടക്കുന്നതിനിടയ്ക്ക് ഒരു ചെറിയ അബദ്ധം കാണിച്ചതിലൂടെയാണ് ഈ കൊടും കുറ്റവാളി വീണ്ടും കുടുങ്ങുന്നത്. ഒരു കാർ കട്ടെടുത്ത് പോകുന്ന സമയത്ത് ഒരു പോലീസുകാരന് ഇതൊരു ട്രാഫിക് വയലേഷൻ കേസാണ് എന്ന് തോന്നുകയും ആ കാറിനെ പിന്തുടർന്ന് പിടികൂടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ട്രാഫിക് വയലേഷന്റെ പേരിൽ ഒരു കൊടും കുറ്റവാളിയെ പിടികൂടുന്നതിന് സാധ്യമായി എന്നതാണ് പോലീസിന്റെ ഏറ്റവും മികച്ച കാര്യം. അവിടെ ആദ്യമെല്ലാം വേറെ ഏതെങ്കിലും പേരൊക്കെ പല പേരുകൾ പറഞ്ഞെങ്കിലും പോലീസുകാർക്കിടയിൽ ചില സംശയങ്ങൾ, ഇത് അയാളല്ലേ എന്ന്. അങ്ങനെ കൂടുതലായി ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് അദ്ദേഹം തന്നെയാണ്. അങ്ങനെ ടെഡ് ബണ്ടിയെ പിടികൂടുന്നു, തൊട്ടടുത്ത സ്റ്റേറ്റുകളിലേക്ക് അറിയിക്കുന്നു. അങ്ങനെ ഇയാളെ 1978 പിടികൂടുകയാണ്. 4 കൊല്ലത്തിനിടയിൽ എത്രയോ കൊലപാതകങ്ങൾ ചെയ്തു. ഒരു ചെറിയ ട്രാഫിക് വയലേഷന്റെ പേരിൽ ഈ കൊടും കുറ്റവാളിയെ പിടികൂടുക എന്നത് വളരെ സാഹസികമായി അന്വേഷണം നടത്തിയ പോലീസുകാരെ പോലും അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഇയാൾ വീണ്ടും പോലീസിന്റെ പിടിയിലായി. അങ്ങനെ വിചാരണ തുടങ്ങുന്ന സമയത്ത് സ്വന്തം കേസ് ഞാൻ തന്നെ വാദിക്കും എന്ന കാര്യത്തിൽ ഉറച്ചു വലിയ ദൃഢനിശ്ചയത്തോടു കൂടി ഇയാൾ വാദിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ചില വൾണറബിൾ ആയിട്ടുള്ള ചില സാക്ഷികളെയെല്ലാം വിസ്തരിച്ച് തനിക്ക് അനുകൂലമാക്കുന്നു. ഇതിനിടയ്ക്ക് പതറിപ്പോയ 2 നിമിഷങ്ങൾ. ഒന്ന്, ആ ഒരു ആദ്യം തട്ടിക്കൊണ്ടുപോയ രക്ഷപ്പെട്ട വളരെയധികം ഭാഗ്യമുള്ള ഒരു പെൺകുട്ടി സാക്ഷിമൊഴി പറയുന്നു. 2, മൃതശരീരത്തിൽ കടിച്ച പല്ലിന്റെ പാട്. ആ പല്ലിന്റെ പാട് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ പല്ലും ഇയാളുടെ പല്ലും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട് എന്ന് കണ്ടെത്തുന്നു. അത് ഉറപ്പിക്കുന്നു. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഇത്. അങ്ങനെ ആ ഒരു സംഭവത്തോടു കൂടി ഈ എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്ന് കരുതിയിരുന്ന ഈ ടെഡ് ബണ്ടിയുടെ നിയന്ത്രണങ്ങളെല്ലാം പൊട്ടുന്നു. വളരെ അക്ഷോഭനായി കാണപ്പെട്ട അയാൾക്ക് ജഡ്ജി മരണശിക്ഷ വിധിക്കുന്നു. 1978 പിടിക്കപ്പെട്ട 11 കൊല്ലത്തിന് ശേഷം 1989 ഒരു ഇലക്ട്രിക് ചെയറിൽ വെച്ച് അയാളെ കൊലപാതകത്തിന് ഇത്രയും നടത്തിയ ക്രൂരമായ കൊലപാതകത്തിന് ശിക്ഷിക്കുന്നു, വധശിക്ഷ. അങ്ങനെ 1989 വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് തൊട്ടു മുൻപ് അയാൾ ചില അതുവരെ കുറ്റവാളിയല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിനുശേഷം അവസാന നാളുകളിൽ ചില കൺഫഷൻസ് അല്ലെങ്കിൽ ഏറ്റുപറച്ചിലുകൾ ഉണ്ടാകുന്നു. 36ഓളം പെൺകുട്ടികളുടെ പേരുകൾ പറയുന്നു. എന്നാൽ എത്രത്തോളമാണ് എന്ന് ഇപ്പോഴും അറിയാൻ സാധിക്കില്ല. കാരണം ഇയാൾ കുഴിച്ചിട്ടിരിക്കുന്ന മൃതശരീരങ്ങളെല്ലാം തന്നെ പല കാടുകളിലായിട്ടാണ് കുഴിച്ചിട്ടത് എന്നതും പലപ്പോഴും ഇയാൾ ആ കുഴിച്ചിട്ടിരിക്കുന്ന മൃതശരീരങ്ങളെ വീണ്ടും തോണ്ടിയെടുത്ത് വീണ്ടും ഇയാൾ അതിക്രൂരമായി ലൈംഗികമായി വീണ്ടും ഉപദ്രവിക്കുകയും പിന്നീട് അതിന്റെ തല വെട്ടി വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയും ചെയ്യുന്ന അത്രത്തോളം ക്രൂരനായ എന്നാൽ അതീവ സുന്ദരനായ ആളുകളെ പറഞ്ഞു മായ്ക്കാൻ കഴിവുള്ള ഒരു കൊടും കുറ്റവാളിയായിരുന്നു ടെഡ് ബണ്ടി. പിന്നീട് മരണത്തിന് കീഴടങ്ങിയിട്ടും അദ്ദേഹത്തിന്റെ കഥകൾ പ്രചരിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് ആദ്യമായി നമ്മുടെ ലോകത്ത് തന്നെ ഒരാളുടെ വിചാരണ ലൈവായി സംപ്രേഷണം ചെയ്തതും ടെഡ് ബണ്ടിയുടെ ഈ ഒരു വിചാരണയാണ്. ഇനിയും കൂടുതൽ വിശേഷപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കഥകളുമായി നമുക്ക് വീണ്ടും കാണാം.